വീട്ടിലിരിക്കുന്ന ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ആ ദുർബല നിമിഷത്തിൽ എന്നെ ഒന്ന് പുറകോട്ട് പിടിച്ചോളണം, ഇല്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പിന്നെ സ്വയം ഇരുന്ന് ശപിക്കേണ്ടി വരും. ആഹ്വാനത്തിന് ശേഷമുള്ള പാർട്ടിയെ കാത്തിരുന്ന് കാണൂ. ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നത് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള രാഷ്ട്രീയ ആക്രമണം. പോക്കിരിത്തരത്തിന് അതിരിലിടോ എന്താവാന്നോ? ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. എടാ നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. ഇതിന് മുമ്പ് തന്നെ ഇറങ്ങിയ ജനതയാണ് നിങ്ങൾ കണ്ടത്, പാർട്ടിയെയാണ് നിങ്ങൾ കണ്ടത്. ED-യെ പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല, പിന്നെയാണ് ഭരണകൂടത്തെ പേടിക്കുന്നില്ല, പിന്നെയാണ് ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാകുന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. കയ്യിൽ വെച്ചിരുന്നാ മതി. അതാ ഞാൻ പറഞ്ഞത്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി. റഹീമിന് അടക്കമുള്ളവർക്ക് സെൻട്രൽ ജയിലിൽ ഉണ്ട തിന്നാനുള്ള യോഗം കാണുന്നുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. പോലീസ് എങ്ങനെയാണ് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷണം നടത്തുന്നു. എന്നാലും എന്റെ തിരുമേനി ഇത് കോണം പോണ പരിപാടിയായി പോയി. ED ഇവറ്റകൾ ഒന്നും പുറത്തു വരാൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ്. ED-യെ പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല. ആഹ്വാനത്തിന് ശേഷമുള്ള പാർട്ടിയെ കാത്തിരുന്ന് കാണൂ. പറഞ്ഞിട്ടില്ല. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യന്റ് എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തോടെ വിശദമായ റിപ്പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭാംഗമായ റഹീമും അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്നാണ് ED-യുടെ ആരോപണം. അടുത്ത പ്രശ്നം ആഹ്വാനത്തിന് ശേഷമുള്ള പാർട്ടിയെ കാത്തിരുന്ന് കാണും. റഹീമിന് അടക്കമുള്ളവർക്ക് സെൻട്രൽ ജയിലിൽ ഉണ്ട തിന്നാനുള്ള യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM നേതാക്കളെയും ഈ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യണം എന്ന് അവർ കോടതിയിൽ കക്ഷി ചേർന്ന് ആവശ്യപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. ED കട്ടക്കലിപ്പിലാണ്. ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പിന്നെ സ്വയം ഇരുന്ന് ശപിക്കേണ്ടി വരും. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. മാതരം